20 വർഷത്തിന് മുന്നിലെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇതേമാതിരി ഒരു ശ്വാസം മുട്ടലും വന്നിരുന്നു. 16 ദിവസം ICUലായിരുന്നു. ന്യൂമോണിയ ആയിരുന്നു. അതിൽ എനിക്ക് 7-8 അസുഖങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. തൈറോയിഡും ശ്വാസം മുട്ടലും എല്ലാം, BP, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നു. ഡെയിലി 21 ഗുളിക ആശുപത്രി കടന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എഴിക്കാനും എടുക്കാനും ഒന്നിനും വയ്യാതായി. പെട്ടെന്ന് തളർച്ച. വീണ്ടും രണ്ടാമത് ഞാൻ ICUയിൽ കയറി. ജനുവരി 28-ാം തീയതി അന്ന് മുതൽ ഞാൻ ഗുളിക നിർത്തി. ഡെയിലി 21 ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ജനുവരി 21-ാം തീയതി മുതൽ ഈ 21 ഗുളിക നിർത്തി. ഒരു മരുന്നുമില്ല. എൻ്റെ അമ്മയെ വിശ്വസിച്ച് ഞാൻ അമ്മയോട് ജീവിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് മുതൽ ആ മരുന്ന് നിർത്തിയതിന് ശേഷം എനിക്ക് നല്ലവണ്ണം അസുഖം കുറഞ്ഞിട്ടുണ്ട്. ഒരസുഖം എനിക്കില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം, കാലുവേദന എന്തെങ്കിലും വന്നാൽ ഉടനെ അമ്മയെ വിളിക്കും. അമ്മ അതിനുള്ള കാര്യം എല്ലാം പറഞ്ഞു തന്ന് ഞാൻ അതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ എനിക്ക് അത്രയ്ക്കും വിശ്വാസമായി. എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി തന്നത് എൻ്റെ അമ്മയാണ്. ഈ അമ്മയെ വിശ്വസിക്കുന്നവർക്ക് ഒരു ദോഷങ്ങളും ഉണ്ടാവില്ല. എന്നെ വന്ന് കാലന്മാർ കൊണ്ടുപോകാൻ നിന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എന്നെ വലിച്ചെടുത്ത് കൊടുക്കാത്തത് കാലം. ഇല്ലെങ്കിൽ ഞാൻ പോകാൻ 3 മാസത്തിന് മുമ്പേ ഞാൻ പോകാൻ. എനിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും വയറിച്ചിൽ, ഉറക്കമില്ലാത്ത, ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാത്തത്. പോയി ആശുപത്രിയിൽ എനിക്ക് ഉറക്ക ഗുളിയും കൂടെ തന്നിട്ടുണ്ട്. അവർക്ക് ആക്ച്വലി അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് ഒരു 4 വർഷം 4.5 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പിന്നെ ലിവറിൻ്റെ പ്രശ്നമുണ്ടായി. ചില സ്ഥാനം തൊട്ട് ശരീരത്തിലൊക്കെ മൊത്തം ചൊറിച്ച് തടിച്ച് അങ്ങനെ കയറും. പിന്നെ അത് മനസ്സിലാക്കി അത് ലിവറിൻ്റെ പ്രശ്നമാണ്. പിന്നെ ലിവറിൻ്റെ മരുന്ന് അങ്ങനെ അത് ഒരു ദിവസം കഴിച്ചതും കൂടി എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു മരുന്നില്ലാതെ. പിന്നെ മുട്ടുവേദന, പിന്നെ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മ ഫോൺ ചെയ്ത് അമ്മയെ വിളിച്ച് പാക്കിയിട്ട് ഇങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ട്, മാറുമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് മാറുന്നു. അമ്മ ഒരു മന്ത്രം പറഞ്ഞ് അതെനിക്ക് പറയാൻ പറ്റത്തുനിന്ന് ഞാൻ അമ്മ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ കേട്ടിട്ട് ഓർമ്മമായിരുന്നു. അപ്പോൾ എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ അമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയും. അമ്മ എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഈ പ്രശ്നം. അപ്പോൾ അമ്മ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. എനിക്കത് ബുദ്ധിമുട്ട് ആ സമയം മാറി. ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ ഇരിക്കും. പക്ഷെ സാരമല്ല, എനിക്കത് മരുന്നില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ലാതെ എൻ്റെ ലൈഫ് സ്മൂത്താണ് പോകുന്നു.